ഏതായാലും നിലവിൽ തന്ത്രി നിർദ്ദേശിക്കുന്ന പരിഹാരക്രിയകൾ നടത്താം എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ആറന്മുള വള്ളസദ്യ വിവാദത്തിൽ CPM വിശദീകരണ പാളി. ആചാരലംഘനമുണ്ടെന്ന് തന്ത്രിയെ അറിയിച്ചത് തന്നെ ദേവസ്വം ബോർഡാണ്. തന്ത്രിയുടെ മറുപടി കുറിപ്പിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. 2 കത്തുകൾ കിട്ടിയെന്നാണ് തന്ത്രിയുടെ സ്ഥിരീകരണം. പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണ് എന്ന് CPM പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലെ ആരോപണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആറന്മുള അസിസ്റ്റന്റ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് 2 കത്തുകൾ ക്ഷേത്രം തന്ത്രി എന്ന നിലയിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ആ കത്തുകൾ രണ്ടും സൂക്ഷ്മമായി പഠിച്ചതിന് ശേഷം ആചാരലംഘനം ഉണ്ടായി എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ കത്ത് നൽകിയത്. ആ കത്ത് ഞാൻ AC-ക്കാണ് കൊടുത്തത്. കോപ്പി 2-3 മറ്റ് ബന്ധപ്പെട്ട ആൾക്കാർക്കേ കൊടുത്തിട്ടുള്ളൂ. CK അഭിലാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അഭിലാൽ, ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഇത്തരത്തിലുള്ളൊരു വിവരം തന്ത്രിയെ അറിയിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് തുടങ്ങിയ വിശദീകരണങ്ങൾ നിൽക്കെയാണ് ദേവസ്വം ബോർഡാണ് ഇത് അറിയിച്ചത് എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഗൂഢാലോചന സിദ്ധാന്തം നിലനിൽക്കാൻ സാധിക്കില്ലല്ലോ. അതെ, CPM കഴിഞ്ഞ രാത്രി പത്തനംതിട്ട ജില്ലാ പേജിൽ ആണ് ആരോപണം ഉന്നയിച്ചത്. സംഘപരിവാർ സ്വഭാവമുള്ള മാധ്യമങ്ങൾ ആണ് ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതായിരുന്നു വിശദീകരണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. എന്നാൽ അത് ഇപ്പോൾ തന്ത്രിയുടെ പ്രതികരണം കൂടി വരികയും അദ്ദേഹത്തിന്റെ കത്തിലെ ചില ഭാഗങ്ങൾ കൂടി കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇത് ഏതെങ്കിലും കോണിൽ നിന്നും ഉയർന്നു വന്ന ആരോപണമല്ല, മറിച്ച് ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം വരികയും ആചാരലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ തന്ത്രിയെ സമീപിച്ച് പരിഹാരം തേടി എന്നുള്ള വിശദാംശങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ CPM-ന്റെ വിശദീകരണം അസ്ഥാനത്ത് തന്നെ വന്നു ചേരുന്നു എന്ന് തന്നെയാണ് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, മന്ത്രി കൂടി പങ്കെടുത്ത, മന്ത്രി കൂടി ഭാഗമായ വള്ളസദ്യ വിവാദമാവുകയും അതിനകത്തിൽ തന്നെ പിഴവുണ്ട് എന്ന് ദേവസ്വം ബോർഡിന് തന്നെ ബോധ്യമാവുകയും ചെയ്യുമ്പോൾ ആകെപ്പാടെ ഇളിഭ്യരായി മാറുന്ന സ്ഥിതിയിലേക്ക് ഈ CPM-ന്റെ ഭാഗം വായിക്കുമ്പോൾ അവർ തന്നെ ഇളിഭ്യരായി മാറുന്നു എന്നുള്ള കാഴ്ച കൂടി നമുക്ക് കാണേണ്ടി വരും. മറ്റൊന്ന്, ഏറ്റവും സുപ്രധാനമായ ആചാരങ്ങൾ നടപ്പാക്കേണ്ട ഒരു ക്ഷേത്ര നടപടിക്രമങ്ങളിൽ മന്ത്രി കൂടി ഭാഗമായി അതിനെ ആചാരലംഘനം എന്നുള്ള വിശേഷണത്തിലേക്ക് കൂടി കാര്യങ്ങളെ എത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ പള്ളിയോട സേവാ സംഘവുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചത്. പള്ളിയോട സേവാ സംഘത്തിന്റെ ആളുകളടക്കമാണ് ഈ പരിപാടിയുടെ ഭാഗമായി മന്ത്രിയടക്കം ക്ഷണിച്ച് സദ്യ വിളമ്പുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്തത്. വിശദീകരണവുമായി മന്ത്രി എത്തിയെങ്കിൽ പോലും അത് പരിപൂർണമായി വിശ്വാസയോഗ്യമല്ല എന്ന് തന്നെയാണ് പിന്നീട് വന്ന തന്ത്രി അടക്കമുള്ള ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.